ഡോക്ടർ, ഈ നാച്ചുറോപ്പതി എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? അതുപോലെ അതൊരു ഹെർബൽ ചികിത്സയായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റുമോ? നാച്ചുറോപ്പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലോബലി ഉള്ളൊരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. ഓക്കെ. ഇത് ജർമ്മനിയിൽ സ്റ്റാർട്ട് ചെയ്ത് നോർത്ത് അമേരിക്കയിലും കാനഡയിലൊക്കെയാണ് ഡെവലപ്പ് ചെയ്ത് അതിനുശേഷം ഒരു 100-120 വർഷം മുമ്പാണ് ഇന്ത്യയിലേക്ക് വന്നത്. അതായത് നാച്ചുറോപ്പതിയുടെ കോർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡിക്ക് ഹീൽ ചെയ്യാനായിട്ടുള്ളൊരു എബിലിറ്റി ഉണ്ട്. ഓക്കെ. അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഒരു ഫിസിഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ രീതി അങ്ങനെയാണ്. അന്നേരം നാച്ചുറോപ്പതി ഒരു ഹെർബൽ ചികിത്സ മാത്രമല്ല, അല്ലെങ്കിൽ ഹെർബൽ ചികിത്സയല്ല, മറിച്ച് നാച്ചുറോപ്പതിയിൽ പലതരത്തിലുള്ള തെറാപ്പീസ് ഉപയോഗിക്കാറുണ്ട്. അതിൽ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ആ ലൈഫ് സ്റ്റൈലിൽ തന്നെ കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻ, അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള വ്യായാമം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ലൈഫ് സ്റ്റൈൽ ബാലൻസ്. ലൈഫ് സ്റ്റൈൽ ഓക്കെ. ബാലൻസ്, എക്സാക്ട്ലി, അതാണ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം. അന്നേരം മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി ജീവനം എന്ന് പറയുന്നത്. ഓക്കെ. ഇനിയിപ്പം അതിൻ്റെ സെക്കൻഡ് ആസ്പെക്റ്റിലേക്ക് ക്ലിനിക്കലി നമ്മൾ വരുമ്പോൾ, ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എടുക്കുന്നത് ഉപവാസം പോലെയല്ല, ഫാസ്റ്റിംഗ് തെറാപ്പി പോലെയുള്ള തെറാപ്പികൾക്കാണ്. അതായത് എഗെയിൻ അത് ബോഡിയുടെ ഒരു ഹീലിംഗ് എബിലിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. അന്നേരം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2016 നോബൽ പ്രൈസ് കിട്ടിയത് ഓട്ടോഫേജി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് കണ്ടുപിടിച്ച ഒരു ശാസ്ത്രജ്ഞനാണ്, ജപ്പാനീസ് ആയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് കിട്ടിയത്. അന്നേരം ഈ ഓട്ടോഫേജി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിക്ക് തന്നെ റീസൈക്കിൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അന്നേരം നമ്മൾ പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റീസൈക്കിൾ ബോഡി ചെയ്യും, അതുപോലെ തന്നെ ബോഡി ഹീലും ചെയ്യും ഓക്കെ. ത്രൂ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ life- ബാക്കിയുള്ള നാച്ചുറോപ്പതി ട്രീറ്റ്മെന്റ്സ് എല്ലാം. ഓ. അതായത് ഇനിയിപ്പോൾ സെക്കൻഡ് ലെവലിലേക്ക് വരുമ്പം നമ്മൾ ഡയറ്റ് ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ ഹൈഡ്രോതെറാപ്പി അല്ലെങ്കിൽ മസാജ് തെറാപ്പി, അക്യുപഞ്ചർ, യോഗ, ഹെർബൽ സപ്ലിമെൻറ്റേഷൻ, അല്ലെങ്കിൽ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റേഷൻ, ഇങ്ങനെ ഒരുപാട് മൊഡാലിറ്റീസിൻ്റെ കോമ്പിനേഷനാണ് നാച്ചുറോപ്പതിയിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ മൊഡാലിറ്റി ഒന്നുമല്ല ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഫണ്ടമെൻ്റലി നമ്മളുടെ ബോഡിയുടെ ഹീലിംഗ് എബിലിറ്റീനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യുന്നു Enhance എന്നുള്ളതാണ്. ചെയ്യുന്നു. എക്സാക്ട്ലി, അതെ.